കണ്ടല്ലോ 1 × 2 2 × 3 3 × 4 ഇനി അടുത്ത 4 × 5 അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ശ്രേണി. അതിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതെന്താണ്? സമ്മാണ്, സമ്മേഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുക? ഈ പറയുന്നതിൽ നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം. അതായത് ഈ 1 × 2, 2 × 3, 3 × 4, അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഇതിലുള്ള ഓരോ നമ്പറും 1, പിന്നെ 2, പിന്നെ 2, പിന്നെ 3, 3, 4. അതായത് ഇത് എന്താണ്? ഈ ഒരു സംഭവം ഒന്നിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് n ആണ് എന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണ്? എന്നിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് n+1 ആണ്. അടുത്ത നമ്പർ എടുക്കുമ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത് അല്ലെ? അതായത് n × n+1 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ഈ ഒരു ശ്രേണി പോകുന്നത്. അപ്പം ഇവിടെ ഇതിനെ ഞാൻ എന്താക്കുകയാണ്? സോൾവ് ചെയ്യാണ്. അതായത് n² + n എന്ന് ആക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക, അതായത് സം ഓഫ് 10 ടേം എന്ന് പറയുന്നത് സം ഓഫ് എന്താണ്? n² + സം ഓഫ് n. ഇത് സോൾവ് ചെയ്താൽ മതി. ഇതിന് നമുക്ക് എന്തറിയണം? സം ഓഫ് n² എന്താണ്? സം ഓഫ് n എന്താണ്? അതായത് ഇത് നമ്മൾ ഓൾറെഡി സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ്? സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n × n+1/2 ആണ്. സം ഓഫ് n² എന്ന് പറയുന്നത് n × n+1 2n+1/6 ആണ് എന്നുള്ളത്. ഓക്കെ. ആ ഇക്വേഷൻ ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. n × n+1 × 2n+1 / 6. ഓക്കെ. അതാണ് ഈ ഒരു പോർഷൻ ആണ് ഞാനിപ്പോൾ എഴുതിയത്. പ്ലസ് എന്താണ്? അടുത്തത് എന്താണ്? സം ഓഫ് n × n+1 / 2. ഓക്കെ. അപ്പം സം ഓഫ് 10 ടേംസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വേറെ പേജ് എടുക്കുക. സം ഓഫ് 10 ടേംസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ എന്നിന്റെ പ്ലേസിൽ എന്താക്കുക? 10 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതായത് 10 × 10 + 1 × 2 × 10 + 1 / 6. അതേപോലെ 10 × 11 / 2. അപ്പൊ എത്ര എന്നുള്ളത് സോൾവ് ചെയ്യുക. അതായത് n × n+1, അതായത് 10 × 11 എന്താണ്? 2n+1. 2 × 10 20, 21/6 പ്ലസ് എന്താണ്? n × n+1 10 × 11 / 2. നമുക്ക് ഇത് സോൾവ് ചെയ്യുക. അതായത് 10 × 11 എത്രയാണ് വരിക? 110 × 21 / 6 പ്ലസ് 10ഉം ഈ 2ഉം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. അപ്പം 55. ഓക്കെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 110 × 21 എന്നൊക്കെ പറയുമ്പോൾ എത്രയാണ് വരിക? അതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തോ ഒരു ആൻസർ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. ഇത് ഇത്രയേ ഉള്ളൂ. ഈ സം ഓഫ് n² എന്ന് പറയുന്നത് n × n+1 × 2n+1/6 ആണ്. സം ഓഫ് n എന്ന് പറയുന്നത് n × n+1/2 ആണ്. അപ്പൊ ആ ഇക്വേഷനിൽ ഇപ്പൊ 10 പദങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നത്, സമ്മാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? എന്നിന്റെ പ്ലേസിൽ 10 എന്നിടാണ്. അതല്ല ഇനി വേറെ എന്തെങ്കിലും നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ 110 × 21/6 + 55 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ